ഫ്രണ്ട്സ്, വെൽക്കം ടു ചാച്ചൂസ് വണ്ടർലാൻഡ്. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഇന്ന് എൻ്റെ ഉമ്മമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പൂവടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് എൻ്റെ ഉമ്മമ്മ വെള്ളം തിളപ്പിക്കാനാണ് വെക്കുന്നത്. ഇനി ഉമ്മമ്മ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഉപ്പിട്ടിട്ട് പൊടി വാട്ടിയെടുക്കുകയാണ്. അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഉമ്മമ്മ സാധാരണ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെയാണ് വാട്ടിയെടുക്കുന്നത്. പൊടി നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം. വാട്ടിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചൂടോട് കൂടി തന്നെ കുഴക്കണം. കുറച്ചേച്ചായിട്ടാണ് പൊടി കുഴച്ചെടുക്കുന്നത്. ഇതായ കാരണം കുറച്ച് തോനെ പൊടി എടുത്തിട്ടുണ്ട്. ഒന്നിങ്ങോട്ട് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയുള്ളിയും ജീരകവും ഇതിലേക്ക് ഇടും. ഇതൊന്ന് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി കുഴച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കുക. എന്നിട്ട് ഇതുപോലെ ബോൾ ഷേപ്പ് ആക്കുക. പാനിലേക്ക് തേങ്ങയും ചക്കരയും ഒഴിക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള പൂവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചക്കര ഒടുക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. കച്ചറകളൊക്കെ ഒന്ന് പോവാനായിട്ടാണ്. ഇതിലേക്ക് ചെറിയുള്ളിയും ജീരകവും ഇടാം. അത് ഒന്നും കൂടി മിക്സ് ചെയ്യാണ്. ഇപ്പൊ പൂവ് റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ മാറ്റി വെച്ചിരുന്ന ആ പൊടി ഇപ്പോൾ ഇതുപോലൊരു ഇലയിൽ പരത്തി വെക്കുകയാണ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ പൂവ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. കുറച്ചേ വെക്കാറുള്ളൂ, ഇങ്ങനെ കൂടുതൽ വെക്കരുത്. ഇത് ഇതുപോലെ മടക്കുക. ഒരു പാത്രത്തില് ചകിരി വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കാറ്. ഇങ്ങനെയാണ് ഇത് വെച്ചു കൊടുക്കാറ്. പെട്ടെന്ന് വേവാനാണ്. ഇതിപ്പോ ഫുള്ള് വെച്ചിട്ടുണ്ട്. ഇനി മൂടി വെക്കുകയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇലയിന്ന് വിട്ട് വരണ ഈ മാവ് അപ്പോഴേ റെഡി ആയിട്ടുണ്ടെന്ന് അറിയാം. ഇത് കഴിക്കാൻ വളരെയേറെ ടേസ്റ്റുമാണ്. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമാവും.
എല്ലാ ഈദിലും ഉണ്ടാക്കുന്ന ഇമ്മമാരുടെ സ്പെഷ്യൽ ഡിഷാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത്